എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ആർമിയുടെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിൽ ഒരു സ്ഥിര ജോലി നോക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 63,200 വരെ ബേസിക് സാലറി ലഭിക്കുന്ന പോസ്റ്റാണ്. +2 സിവിലിയൻ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസുമാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് കുക്കാണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 63,200 വരെയാണ് ബേസിക് സാലറി. +2 ആണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ITI ഇൻ കുക്കിംഗ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് MTS ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും SC കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. 56,900 വരെ ബേസിക് സാലറി ലഭിക്കുന്ന പോസ്റ്റാണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. 18 മുതൽ 25 വയസ്സിൽ അൺറിസർവ്ഡിനും 28 വയസ്സിൽ OBCക്കും 30 വയസ്സ് വരെ SC കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം. 81,100 വരെ ബേസിക് സാലറി ലഭിക്കുന്ന പോസ്റ്റാണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഇത് കൂടാതെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ്. ഉടനെ ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്